ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി. ആർട്ടിമിസ് 2 ചാന്ദ്ര ദൗത്യത്തിൽ റോക്കറ്റ് ഇന്ധനം നിറയ്ക്കൽ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ധന ടാങ്കുകളിലെ മർദ്ദം ക്രമീകരിക്കുന്ന പ്രക്രിയ തുടരുന്നു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നാണ് SLS റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. പ്രജിൻ സി കണ്ണനുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായിട്ട്. പ്രജിൻ, മനുഷ്യന്റെ സ്വാധീനം ചന്ദ്രനിൽ ഉറപ്പിക്കുക, അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ഒരു സ്ഥിര സഞ്ചാരമൊക്കെ ചന്ദ്രനിലേക്ക് സാധ്യമാക്കുക, അങ്ങനെ നിർണായക പല ലക്ഷ്യങ്ങളുമില്ലേ ഈ ദൗത്യത്തിൽ? തീർച്ചയായിട്ടും അമൽ സൂചിപ്പിച്ചതുപോലെ 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ വീണ്ടും ചന്ദ്രനെ ലക്ഷ്യം വെക്കുന്നു, ചന്ദ്രനിലേക്ക് യാത്രയാകുന്നു എന്നത് തന്നെ വലിയ ആകാംക്ഷയുണർത്തുന്ന കാര്യമാണ്. അതിനുള്ള പ്രാരംഭഘട്ടങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോഞ്ചിലേക്ക് പോവുകയാണ്. ആ ചരിത്ര നിമിഷത്തിന് കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ പുലർച്ചെ 3:54 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ നാസയുടെ ആസ്ഥാനമായ കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്ര 39Bയിൽ നിന്നാണ് SLS എന്ന് പറയുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപിക്കാൻ പോകുന്നത്. ഒരു വലിയ ഹ്യൂജ് റോക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു റോക്കറ്റിലാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിലായി നമുക്ക് ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം കാണാൻ കഴിയും. അവിടെയാണ് ഈ ഒറൈൻ എന്ന് പറയുന്ന ഒരു പേടകമുള്ളത്. ആ പേടകത്തിൽ 4 പേർ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 4 പേർ, അവർ അതിന്റെ സ്യൂട്ടുകൾ ധരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ഇപ്പോൾ കടന്നുപോവുകയാണ്. ഏതാണ്ട് അത് പൂർത്തിയാവാറായിട്ടുണ്ടെന്നാണ് നാസയിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. ഈ 4 പേരാണ് മനുഷ്യരാശിയുടെ പുതിയ ചില കണ്ടുപിടുത്തങ്ങൾക്കും അവരുടെ പുതിയ യാത്രയ്ക്കുമുള്ള തുടക്കമായി ചന്ദ്രനിലേക്ക് പോകുന്നത്. ചന്ദ്രനിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നില്ല, പക്ഷേ ചന്ദ്രന് ചുറ്റും കറങ്ങി തിരിച്ച് ഭൂമിയിലേക്ക് വരിക, ഇതാണ് ദൗത്യത്തിന്റെ ഉദ്ദേശം. അതിനായുള്ള മണിക്കൂറുകളിലേക്ക് കടക്കാൻ പോവുകയാണ് കാര്യങ്ങൾ. മാത്രമല്ല, ഒരുപക്ഷെ ഭൂമിയിൽ നിന്നും മനുഷ്യർ സഞ്ചരിക്കാൻ പോകുന്ന ഏറ്റവും അകലേക്ക് ഇവർ പോകുന്നു എന്നുള്ളതാണ്. അതായത് ചന്ദ്രനിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കിടെ ഏതാണ്ട് 11 ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ ഇവർ താണ്ടും എന്നാണ് നാസ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം 3,84,000 കിലോമീറ്റർ ആണ്. ഇവർ ചന്ദ്രനും കടന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അപ്പുറത്തേക്ക് കടക്കുന്നുണ്ട്. ഏതാണ്ട് 4 ലക്ഷം കിലോമീറ്റർ ഇവർ സഞ്ചരിച്ച് മടങ്ങും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഭൂമിയിൽ നിന്ന് ഉയർന്നതിന് ശേഷം ഭൂമിയെ 2 തവണ വലം വെച്ച ശേഷം ഒക്കെ മാത്രമേ ചന്ദ്രനെ ലക്ഷ്യമാക്കി ഇവർ നീങ്ങുകയുള്ളൂ. അതിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഓർക്കുക അമൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സ്പേസ് സ്റ്റേഷനിലേക്ക്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ISSലേക്കുള്ള യാത്രകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ ശുഭാംശു ശുക്ലടക്കം പോയതുമാണ്. ഭൂമിക്ക് മുകളിൽ ഏതാണ്ട് 400-420 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് 3,84,000 കിലോമീറ്റർ അകലെയുള്ള ഒരു ഉപഗ്രഹമാണ്, ഭൂമിയുടെ ഉപഗ്രഹമാണ്. അവിടേക്കാണ് ഈ യാത്ര എന്നത് തന്നെ വലിയ 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 നിർണായകമായ ചുവടുവയ്പ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ചൊവ്വയിൽ മനുഷ്യർ ഒരു ഇടത്താവളം, ഒരു താവളം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഇടത്താവളമായി ചന്ദ്രനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന ചില പരീക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് മിഷനായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ യാത്രയിലുടനീളം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മനുഷ്യരിലുണ്ടാവുന്ന മാനസികവും ശാരീരികവുമായ പ്രത്യേകതകൾ, അതിലെ മാറ്റങ്ങൾ, ഇതെല്ലാം പഠന വിധേയമാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക, എങ്ങനെയാണ് ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുക, അതിന് സാധ്യമാണോ, ഇത്തരമായി ബന്ധപ്പെട്ട പല പരീക്ഷണങ്ങളും ഇതിനോടകം നടത്തും. ഈ 10 ദിവസം കൊണ്ടാണ് ഈ മിഷൻ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ്. എന്തായാലും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള നിമിഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ 4 പേർ. മിഷൻ കമാൻഡറായിട്ടുള്ള റീഡ് വൈസ്മാൻ ഉണ്ട്, ഒപ്പം തന്നെ ഈ മിഷന്റെ പൈലറ്റിലായിട്ടുള്ള വിക്ടർ ഗ്ലോവർ ഉണ്ട്, ഒപ്പം തന്നെ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റീന കോച്ച് ഉണ്ട്, ഒപ്പം തന്നെ മറ്റൊരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയ ജെറമി ഹെൻസ്. ഈ 4 പേരാണ് ചന്ദ്രനിലേക്ക് പോകുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിന് ചുറ്റും കറങ്ങി തിരികെ ഭൂമിയിലേക്ക് എത്താൻ പോകുന്നത്. 3:54 വിക്ഷേപണം അമൽ. ഒപ്പം 24-ലൂടെ 3:15 തൊട്ട് തത്സമയ സംപ്രേഷണം പ്രേക്ഷകർക്ക് കൃത്യമായി കാണാൻ കഴിയും. പ്രജിനിപ്പോ ഇതിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒറ്റ ദൗത്യമല്ല, ഇതൊരു തുടർ ദൗത്യമായി വേണം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത് പ്രത്യേകിച്ച് ഇനിയും ആർട്ടിമിസ് 3 വരാനിരിക്കുന്നു. മാത്രമല്ല, അവിടെ നിന്ന് ചന്ദ്രനിൽ നിന്ന് ഈ ഹീലിയം 3 പോലുള്ള ചില നിർണായക മൂലകങ്ങൾ ഖനനം ചെയ്യുവാനുള്ള ചില സാധ്യതകൾ കൂടി ഈ ദൗത്യങ്ങളുടെ ഭാഗമായി ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം, അല്ലേ? അമൽ, തീർച്ചയായിട്ടും അതിന്റെ എക്സ്ട്രീമാണ് ഈ അമൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. നമ്മൾ ചന്ദ്രനിലേക്ക് പോവുക, ചന്ദ്രനിൽ ഇടത്താവളം ഒരുക്കുക എന്നത് ആദ്യ ലക്ഷ്യമാണ്. അതിന്റെ ആദ്യ പടിയെന്നോണമാണ് ഇപ്പോൾ ഈ ആർട്ടിമിസ് 2 വിക്ഷേപിക്കുന്നത്. ആ പോകുന്ന സമയങ്ങളിൽ മനുഷ്യരിൽ
സംഭവിക്കുന്ന ഇത്രയും ദൂരേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ യാത്ര വന്നത് 54 വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെ ആവശ്യമായി വരുമോ അതൊക്കെ ഓരോ സെക്കൻഡുകളിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതെല്ലാം തന്നെ കൃത്യമായി നോട്ട് ചെയ്യപ്പെടും. 2 ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത് ആർട്ടിമിസ് 3 ആണ്. അതൊരു മിഷൻ ടെസ്റ്റ് ആണെന്നാണ് ഇപ്പോൾ നാസ അറിയിച്ചിരിക്കുന്നത്. 2030 ആർട്ടിമിസ് 4th ദൗത്യം ഉണ്ടാവും. ആർട്ടിമിസ് 4 എന്ന് പറയുന്ന ദൗത്യം ഉണ്ടാവും. അതിലാണ് മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് നാസ അറിയിക്കുന്നത്. 2040 ചൊവ്വയിൽ മനുഷ്യർ എത്തുകയും ചെയ്യും. അതിന് മുന്നോടിയായി ഒരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായി ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു മിഷനായി ആർട്ടിമിസ് 2 ഇതിനോടകം മാറിയിട്ടുണ്ട്. അമൽ, ശരി പ്രജിൻ, എന്തായാലും ചന്ദ്രദൗത്യം ആർട്ടിമിസ് 2-നാണ് ഇതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ്, കണ്ണുകൾ കൂർപ്പിച്ചിരിക്കുകയാണ് ലോകം. അതിനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പ്രജിൻ സി കണ്ണനാണ് സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.